നമസ്കാരം. സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് സുരേഷ് കുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ ലിസ്റ്റിൻ സ്റ്റീഫന്റെ പത്രസമ്മേളനം താരസംഘടനയായ അമ്മയ്ക്ക് ഞെട്ടലായി. സിനിമാ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നും അഭിനേതാക്കളിൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നവർക്ക് ഘട്ടം ഘട്ടമായി പണം നൽകാമെന്ന ധാരണ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ തീരുമാനിച്ചിരുന്നുവെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ വിശദീകരിക്കുന്നു. ലിസ്റ്റിനെ അടക്കം കൂടെ കൂട്ടി പുതിയ സംഘടനയ്ക്കാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചത്. ഇതിനിടെയാണ് ലിസ്റ്റിൻ നിലപാട് വിശദീകരിച്ചത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭൂരിഭാഗം പേരും താരസംഘടനയ്ക്ക് എതിരാണ്. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിൽ ഒരു പ്രശ്നവുമില്ലെന്നും ലിസ്റ്റിൻ പറയുന്നു. നാളെ ഒരു സിനിമാ സമരം വന്നാൽ അതിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അസോസിയേഷന്റെ ഏത് തീരുമാനങ്ങൾക്കൊപ്പവും നിൽക്കുന്നയാളാണ് ആന്റണി പെരുമ്പാവൂർ. സുരേഷ് ഏട്ടനും ഒരു വ്യക്തി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മലയാള സിനിമയെ സംബന്ധിച്ച് 2024 ഏറ്റവും അധികം ഹിറ്റുണ്ടായ വർഷമാണ്. എന്നാൽ 2025 ആവുമ്പോൾ സിനിമയിലെ ബിസിനസ് സാധ്യത കുറഞ്ഞു വരികയാണ്. OTT, സാറ്റലൈറ്റ് എന്നിവ നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന സംശയം ഞങ്ങൾക്കുണ്ടെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു. ഇതുതന്നെയാണ് സുരേഷ് കുമാറും പങ്കുവച്ച വികാരം. അന്യഭാഷ ചിത്രങ്ങൾ അവർ കൂടുതലായി എടുക്കാൻ തയ്യാറാവുന്ന പശ്ചാത്തലത്തിൽ നിർമ്മാതാക്കളുടെ സംഘടന ഒരു യോഗം വിളിച്ചു ചേർത്തു. അതിൽ ഫിയോക്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്നിവരെല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് പ്രതിഫലവുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മയ്ക്ക് കത്ത് അയച്ചിരുന്നുവെന്നും ലിസ്റ്റിൻ പറഞ്ഞു. ഇതും ആന്റണി പെരുമ്പാവൂരിന് തിരിച്ചടിയായി. ആരുമൊന്നും അറിഞ്ഞില്ലെന്ന വാദമാണ് പൊളിഞ്ഞത്. വിഷയത്തിൽ ആന്റോ ജോസഫ് ഇനിയും പ്രതികരിച്ചിട്ടില്ല. ലിബർട്ടി ബഷീറും വിനയനും ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചിരുന്നു. നടന്മാരും പിന്തുണയുമായി എത്തി. പൃഥ്വിരാജിന്റെ പോസ്റ്റും ചർച്ചയായി. എന്നാൽ മതിയായ പിന്തുണ ആന്റണിക്ക് കിട്ടിയില്ലെന്ന വിലയിരുത്തലുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മോഹൻലാൽ തന്നെ പോസ്റ്റ് ഇട്ടത്. എന്നിട്ടും വേണ്ടത്ര പിന്തുണ താരസംഘടനയ്ക്ക് കിട്ടിയില്ല. അമ്മയുടെ ഭാരവാഹിയായ ചേർത്തല ജയന്റെ പ്രസ്താവനയും അമ്മയ്ക്ക് തിരിച്ചടിയായി. സിനിമയുടെ ലാഭവും നഷ്ടവും എല്ലാവരും തമ്മിൽ പങ്കിടണമെന്നും നഷ്ട നിർമ്മാതാക്കളുടേത് മാത്രമാകരുതെന്നുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാട്. അടുത്ത കാലത്ത് 40 കോടി മുടക്കിയെടുത്ത സിനിമ റിലീസായി. തിയേറ്ററിൽ നിന്നടക്കം 10 കോടിയാണ് തിരിച്ചു കിട്ടിയത്. ഈ സിനിമയ്ക്ക് നടന്റെ പ്രതിഫലം 10 കോടിയായിരുന്നു. ഇത്രയും വലിയ തുക നേരത്തെ വാങ്ങിപ്പോയ നടന് കോളടിച്ചു. അതായത് നടന്മാർക്ക് മാത്രമായി സിനിമയിലെ നേട്ടം ചുരുങ്ങുന്നു എന്നതാണ് വാദം. സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളുടെ പരമാവധി ചെലവ് 25 കോടിയിൽ നിർത്തണമെന്നതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാട്. അതിനപ്പുറത്തേക്ക് പണം തിരിച്ചുപിടിക്കുക അസാധ്യമാണ്. അടുത്തു വരാൻ പോകുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ ഒരു നടൻ മാത്രം 25 കോടി പ്രതിഫലം വാങ്ങുന്നുണ്ട്. മറ്റൊരു നടന് 20 കോടിയും. വിദേശ റിലീസ് തുകയും നടന്മാർ കൊണ്ടുപോകുന്നു. ഇതെല്ലാം മാറണമെന്നതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പക്ഷം. ഓവർസീസ് റൈറ്റ് നിർമ്മാതാക്കളുടെ അവകാശമാണ്. അത് വെച്ച് മറ്റാരും വിലപേശരുതെന്നാണ് അവരുടെ പക്ഷം. മാന്യമായി പ്രതിഫലം വാങ്ങി നടന്മാർ അഭിനയിക്കണമെന്നതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഏക ആവശ്യം. ഇതിന് താരങ്ങളായ നിർമ്മാതാക്കൾ പോലും അംഗീകരിക്കുന്നുണ്ടെന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് താരസംഘടനയ്ക്ക് വലിയ പിന്തുണ സിനിമാ മേഖലയിൽ നിന്നും കിട്ടാത്തത്. സിനിമാ സംഘടനയിലെ തർക്കത്തിൽ ആന്റണി പെരുമ്പാവൂരിനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. സംഘടനാ കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞത് ഭരണസമിതിയുടെ തീരുമാനമാണ്. സാമൂഹിക മാധ്യമങ്ങൾ വഴി ചോദ്യം ചെയ്തത് തെറ്റാണെന്നും യോഗത്തിന് വരാതെ ആന്റണി പരസ്യ നിലപാടെടുത്തത് അനുചിതമാണെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. സംഘടനയ്ക്കെതിരായും വ്യക്തിപരമായും നടത്തുന്ന നീക്കത്തെ ഉത്തരവാദിത്തമുള്ള സംഘടന എന്ന നിലയിൽ പ്രതിരോധിക്കുമെന്നും അസോസിയേഷൻ വ്യക്തമാക്കുന്നുണ്ട്. സിനിമാ സമരം എന്നത് സംഘടനകളുടെ സംയുക്ത തീരുമാനമാണെന്ന് സുരേഷ് കുമാർ ആവർത്തിക്കുകയും ചെയ്യുന്നു. അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഞങ്ങളെ ആരും ഉടുക്കു കൊട്ടി പേടിപ്പിക്കേണ്ട എന്നാണ് പറയാനുള്ളതെന്നും എല്ലാവരോടും സംസാരിച്ചതിന് ശേഷമാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഈ വിഷയത്തിൽ സർക്കാരിനോട് സംസാരിക്കും. സമരം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു പേർക്ക് മാത്രം ഹാൽ നൽകേണ്ട കാര്യം എന്താണെന്നും സുരേഷ് കുമാർ ചോദിക്കുന്നുണ്ട്.